അപ്പോൾ നല്ല സ്പൈസി അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഞാനിത് ഡിന്നർ നൂഡിൽസ് എന്നാണ് ഞാനിതിനെ വിളിക്കാറ്. അപ്പോൾ എല്ലാം ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഡിന്നർ ഒരു കംപ്ലീറ്റ് ഫുഡായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. ഞാൻ എൻ്റെ സ്പെഷ്യൽ ഡിന്നർ നൂഡിൽസിനുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ സവാള ഉള്ളിയുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ക്യാരറ്റ്, കാബേജ്, നമുക്ക് വേണമെങ്കിൽ ബീൻസ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസും പിന്നെ നമ്മുടെ ഒരു പാക്കറ്റ് നൂഡിൽസ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുമല്ലോ കവറിൽ, എന്താ പറയണ്ടേ, സാധാരണ നൂഡിൽസ് വാങ്ങിക്കത്തില്ലേ, പിന്നെ മാഗിയുടെ ഒന്നും അല്ലാത്ത അതെന്തെങ്കിലും. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. എണ്ണയോ ബട്ടറോ നെയ്യോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്തോ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ഉള്ളി, വെളുത്തുള്ളി, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒത്തിരി ഒന്ന് വഴറ്റണം കേട്ടോ, അപ്പം നല്ല രുചിയായിരിക്കും. ഇതിലോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഒത്തിരി വേണ്ട, ഇച്ചിരി മതി, നമ്മുടെ എരിക്കനുസരിച്ച് കുരുമുളക് പൊടി, അത് മാത്രം മതി. പിന്നെ മുളക് പൊടിയൊന്നും വേണമെന്നില്ല, എരി കൂടുതൽ വേണ്ടവർക്ക് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇടാം. ഞാനിപ്പം പിന്നെ പാക്കറ്റിലെ നൂഡിൽസ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഫ്ലേവറൊക്കെ ആഡഡ് ആണല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും സ്പൈസസ് കുറയ്ക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ പിന്നെ എപ്പിയുടെ നൂഡിൽസാണ് എടുക്കുന്നത്, പാക്കറ്റ് നൂഡിൽസ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പിന്നെ സ്പൈസി ആക്കാഞ്ഞത്, ഇതിൽ തന്നെ ആഡഡ് ആണല്ലോ. അതിനുശേഷം അതിനകത്തെ ടേസ്റ്റ് മേക്കർ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ആ നൂഡിൽസ് കൂടെ അതിനകത്തോട്ട് ചേർക്കാം. അടച്ചു വെച്ച് നമുക്ക് സാധാരണ നൂഡിൽസ് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കറിക്കകത്ത് ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കുറച്ച് പിച്ചി ഇടാം. പിന്നെ മുട്ട ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് നമ്മളൊരു മുട്ട ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇടാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ വെജിറ്റബിൾ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് വേവട്ടെ. അപ്പോൾ അത് ഞാനിത് തുറന്ന് നോക്കി നല്ല പാകത്തിന് നമ്മുടെ സാധാരണ നൂഡിൽസ് വേവിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രുചിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് കഴിക്കാനാണെങ്കിൽ, നമുക്ക് വിശപ്പൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് കഴിക്കാൻ ഭയങ്കരമായിട്ട് നല്ല ഒരു ഐറ്റമാണ്. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ പിന്നെ വെജിറ്റബിളൊക്കെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ എന്താ പറയണ്ടേ, നമ്മുടെ ഫുള്ളൊരു ഫുഡായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പിച്ചി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇങ്ങനെ തയ്യാറാക്കി എല്ലാവരും തയ്യാറാക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഡിന്നർ നൂഡിൽസ് എന്നാൽ ഇതിന് പേര്. എൻ്റെ റെസിപ്പിയല്ല, കിച്ചിൻ്റെ റെസിപ്പി കേട്ടോ, അതും പറയണമല്ലോ. കിച്ചു ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.